എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെഷനാണിത്. ഇതേ ചോദ്യങ്ങൾ പരീക്ഷയിൽ ആവർത്തിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. മാത്രമല്ല, ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അതും പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദ്യങ്ങളായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തിലേക്ക് കടക്കാം? ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു മാതൃകാ ചോദ്യ പേപ്പറിലേക്ക്. ചോദ്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ചോദ്യം, ഉത്തരം, അതിനുശേഷം ഉത്തരം. അങ്ങനെയാണ് എല്ലാ ചോദ്യങ്ങളെയും പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കടലാസും പേനയും കരുതണം. ഓരോ ചോദ്യ നമ്പർ എഴുതിയതിനു ശേഷം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ചോദ്യവും ചർച്ച ചെയ്തതിന് ശേഷം മൊത്തം നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് നിങ്ങൾ സ്വയം ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് പരിഗണിക്കണം. മാർക്ക് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം മലയാളത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഉത്തരം എല്ലാം പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ്? ഐച്ഛികം എന്ന വാക്ക് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് ഇവയിൽ ഏതാണ്? നല്ലതുപോലെ നോക്കുക. 1 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി മാർക്ക് ചെയ്യുക. കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഞാൻ ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐച്ഛികം. ഐച്ഛികം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ പറയുന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അർത്ഥത്തിൽ വരുത്തുന്ന വ്യത്യാസം കാണിക്കാനായി വാക്കിന്റെ ഒടുവിൽ ചേർക്കുന്നതിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ചില്ല്, ഓപ്ഷൻ ബി ദ്യോതകം, ഓപ്ഷൻ സി അവ്യയം, ഓപ്ഷൻ ഡി പ്രത്യയം. എന്താണ് ചോദ്യം? ഒരിക്കൽ കൂടി. അർത്ഥത്തിൽ വരുത്തുന്ന വ്യത്യാസം കാണിക്കാനായി വാക്കിന്റെ ഒടുവിൽ ചേർക്കുന്ന ആ ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. കിട്ടിയോ? ശരിയായ ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ ഡി ആണ്, പ്രത്യയമാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അവനെ പറ്റി. ഇതിലെ പറ്റി എന്നത് എന്തിനെ കുറിക്കുന്നു? ഘടകമാണോ, വ്യാക്ഷേപകമാണോ, കേവലമാണോ, ഗതിയാണോ? പറ്റി എന്ന വാക്ക് എന്തിനുദാഹരണം? കിട്ടിയോ ഉത്തരം? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗതിക്ക് ഉദാഹരണമാണ് അവനെ പറ്റി എന്നുള്ളതിലെ പറ്റി എന്ന ശബ്ദം. നാലാമത്തെ ചോദ്യം നോക്കാം. പശ്ചിമേഷ്യ ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? പശ്ചിമേഷ്യ ആദ്യം പിരിച്ചെഴുതുക, പിന്നെ അവിടെ വന്നിട്ടുള്ള വർണ്ണമാറ്റം ശ്രദ്ധിക്കുക, അതിനുശേഷം സന്ധി ഏത് എന്ന് നിർണയിക്കുക. തന്നിട്ടുള്ള സമസ്ത പദം ഏതാണ്? പശ്ചിമേഷ്യ. ആലോചിച്ച് പിരിക്കുക, പൂർവോത്തര പദങ്ങളായിട്ട് പിരിക്കുക, എന്നിട്ട് ഏത് സന്ധിയാണെന്ന് തിരിച്ചറിയുക. ആദേശമാണോ, ലോപമാണോ, ആഗമമാണോ, ദ്വിത്വമാണോ? ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോപസന്ധിക്ക് ഉദാഹരണം. എന്തുകൊണ്ടാണത് ലോപസന്ധിയായത്? ഏത് അക്ഷരമാണ് ലോപിച്ചു പോയത്? വഴിയേ പറയാം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: അഭിജ്ഞാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ പാണ്ഡിത്യം, ഓപ്ഷൻ ബി ആഗ്രഹം, ഓപ്ഷൻ സി അടയാളം, ഓപ്ഷൻ ഡി തെളിവ്. ഇതിൽ ഏതാണ് അഭിജ്ഞാനം എന്ന വാക്കിനോട് ചേർന്ന് നിൽക്കുന്നത്? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അഭിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം അടയാളം എന്നാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തതേത്? 4 വൃത്തങ്ങളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? കാകളി, മഞ്ചരി, വസന്തതിലകം, കേക. ഇതിൽ ഏതോ ഒന്ന് കൂട്ടത്തിൽ പെടാത്തതാണ്. എന്ത് കാരണം കൊണ്ടാണ് എന്ന് ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. ആ കാരണം തിരിച്ചറിഞ്ഞ് ഒറ്റയാനെ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വസന്തതിലകമാണ് വേറിട്ട് നിൽക്കുന്നത്. എന്താണ് കാരണമെന്ന് വഴിയേ പറയാം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം
പദം ഏതാണ്? കുട്ടികൾ, സ്വാമികൾ, സ്ത്രീകൾ, വിദ്വാൻമാർ. എന്താണ് പൂജക ബഹുവചനം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി വരാവുന്നത് ഈ നാലെണ്ണത്തിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഉത്തരം മാർക്ക് ചെയ്യുക. ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വാമികൾ എന്നുള്ളതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 56, ഓപ്ഷൻ സി 57, ഓപ്ഷൻ ഡി 58. ഏതാണ് ശരിയായ ഉത്തരം? ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ശരിയായ ഉത്തരം 1956. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1956 ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഷ അല്ലെ, മലയാള അക്ഷരമാലയിലെ ഷ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽപ്പെടുന്ന അക്ഷരമാണ്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരമാലയെ പലതായി തിരിക്കുന്നുണ്ട്. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം, ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം, മധ്യമം, ഊഷ്മാവ്, ഘോഷി എന്നിങ്ങനെ പല കാറ്റഗറികളായി തിരിക്കുന്നുണ്ട്. അതിൽ ഏതോ ഒരു കാറ്റഗറിയിൽ പെടുന്ന അക്ഷരമാണ് ഷ. ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഊഷ്മാവാണ് ശരിയായ ഉത്തരം. മലയാള അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളുടെയും പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയിലെ ആവർത്തന ചോദ്യം കൂടിയാണ്. വഴിയെ വിശദീകരിക്കാം. 10ാമത്തെ ചോദ്യത്തിലേക്ക്. ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ താമരക്കണ്ണൻ, ഓപ്ഷൻ ബി പീതാംബരം, ഓപ്ഷൻ സി കേരളദേശം, ഓപ്ഷൻ ഡി പാദപങ്കജം. ഇവയിൽ ഏതാണ് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത്? കിട്ടിയോ ഉത്തരം? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. താമരക്കണ്ണനാണ് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായത്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കല്ല് കടിക്കുക എന്ന ശൈലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ഓപ്ഷൻ എ ഹോട്ടലിലെ ഭക്ഷണത്തിൽ കല്ല് കടിക്കുക പതിവായി, ഓപ്ഷൻ ബി കല്ല് കടിക്കുക എന്നത് ചില കുട്ടികളുടെ ശീലമാണ്, ഓപ്ഷൻ സി പുത്തരിച്ചോറ് ഉണ്ണുന്നതിനിടയിൽ കല്ല് കടിക്കുന്നത് ശരിയല്ല, ഓപ്ഷൻ ഡി ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി. ഇതിലേതോ ഒരു വാക്യത്തിൽ മാത്രമാണ് കല്ല് കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള വാക്യം. അത് ഏതാണ് ആ വാക്യം എന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞെങ്കിൽ തുടർന്ന് കാണുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ആലോചിച്ചൊരു ഉത്തരം എഴുതിയതിനു ശേഷം മാത്രം തുടർന്ന് കാണുക. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി എന്നുള്ളതാണ് കല്ലുകടിക്കുക എന്ന ശൈലിയെ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. മഞ്ഞവെയിൽ മരണങ്ങൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ KR മീര, ഓപ്ഷൻ ബി TD രാമകൃഷ്ണൻ, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി സന്തോഷ് ഏച്ചിക്കാനം. ഇവരിൽ ആരോ ഒരാൾ എഴുതിയ നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ആരുടേതാണ് ഈ നോവൽ? ഉത്തരം കിട്ടിയോ? ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബെന്യാമിൻ ആണ്. ബെന്യാമിന്റെ വിഖ്യാത നോവലിന്റെ പേരാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ സച്ചിദാനന്ദന്റെ കൃതി ഏത്? ഇതിൽ ഏതോ ഒരു കൃതി എഴുതിയത് സച്ചിദാനന്ദനാണ്. ഏതാണ് ആ കൃതി എന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ഓപ്ഷൻ ബി ബുധനിലാവ്, ഓപ്ഷൻ സി മേഘരൂപൻ, ഓപ്ഷൻ ഡി അമാവാസി. ഏതാ ശരിയായ ഉത്തരം? എഴുത്തച്ഛൻ എഴുതുമ്പോൾ, ബുധനിലാവ്, മേഘരൂപൻ, അമാവാസി. ഇതിൽ ഏതോ ഒരു കൃതി സച്ചിദാനന്ദന്റെയാണ്. ഉത്തരം കിട്ടിയോ? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സച്ചിദാനന്ദനാണ് കേട്ടോ. സച്ചിദാനന്ദനാണ് ശരിയായ, അല്ല, എഴുത്തച്ഛൻ എഴുതുമ്പോഴാണ് ശരിയായ ഉത്തരം. അത് സച്ചിദാനന്ദന്റെ കവിതാ സമാഹാരമാണ്. അടുത്ത ചോദ്യം.
പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, കുട്ടിയിൽ ഉണ്ടാകണമെന്ന് അധ്യാപകർ നിശ്ചയിക്കുന്ന ഉദ്ദേശ്യങ്ങളെയാണ് പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, കുട്ടിയിൽ ഉണ്ടാകേണ്ട നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമായ മാറ്റങ്ങളാണ് പഠന നേട്ടങ്ങൾ. ഓപ്ഷൻ സി, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുട്ടി നേടേണ്ട അറിവുകളുടെ ആകത്തുകയാണ് പഠന നേട്ടം. ഓപ്ഷൻ ഡി, ടേം പരീക്ഷയിലൂടെ അളക്കപ്പെടേണ്ട ആശയങ്ങളുടെ സഞ്ചയമാണ് പഠന നേട്ടം. ഏതാണ് ശരിയായ ഉത്തരം? കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുട്ടി നേടേണ്ട അറിവുകളുടെ ആകത്തുകയാണ് എന്തു പറയുന്നത്? പഠന നേട്ടം എന്ന് പറയുന്നത്. 14 ചോദ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 15ാമത് ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എന്താണ് ചോദ്യം? മെന്ററിങ്ങിന്റെ ഭാഗമാകാത്തതെന്ത്? മെന്ററിങ്ങിന്റെ ഭാഗമായതേത് എന്നല്ല, ആകാത്തതേത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാലയ അനുഭവങ്ങൾ ലഭിക്കുന്നു. ഓപ്ഷൻ ബി, വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു. ഓപ്ഷൻ സി, രക്ഷിതാക്കളുമായി മികച്ച ആശയവിനിമയം സാധ്യമാകുന്നു. ഓപ്ഷൻ ഡി, കുട്ടിയുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നു. ഏതാ ശരിയായ ഉത്തരം? മെന്ററിങ്ങിന്റെ ഭാഗമാകാത്തത്. ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കുട്ടിയുടെ സ്വകാര്യതയിൽ കൈകടത്തുക എന്നുള്ളത് മെന്ററിങ്ങിന്റെ ഭാഗമല്ല. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇന്നത്തെ സെഷനിൽ 15 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. 15 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. 15ൽ നമുക്ക് എത്ര നേടാൻ സാധിച്ചു എന്ന കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. 1 സി, 2 ഡി, 3 ഡി, 4 ബി, 5 സി, 6 സി, 7 ബി, 8 ബി, 9 എ, 10 എ, 11 ഡി, 12 സി, 13 എ, 14 സി, 15 ഡി. ഇങ്ങനെയാണ് ഉത്തര സൂചിക. 15ൽ എത്ര നേടാൻ നമുക്ക് സാധിച്ചു എന്ന് സ്വയം അറിയുക. അതുപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. 13ഓ അതിൽ താഴെയോ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ കൂടുതൽ സമയം മലയാളത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി മലയാളത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ മറ്റൊരു സെഷനുമായി വീണ്ടും വരുമ്പോൾ കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നുകൂടി പരീക്ഷ എഴുതി നോക്കുക. മുഴുവൻ മാർക്ക് മേടിച്ചവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അപ്പൊ ഇനിയാണ് ഏറ്റവും മർമ്മപ്രധാനമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയത് കൊണ്ട് മാത്രം മാതൃകാ ചോദ്യ പേപ്പറോ മുൻകാല ചോദ്യ പേപ്പറോ ഉത്തരം ചെയ്തത് പൂർത്തിയാകുന്നില്ല. പിന്നെ എന്തുകൂടി ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനുബന്ധ വിവരങ്ങൾ. അതായത് ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ എന്തുകൊണ്ട് അവിടെ വന്നു, അവയുടെ വിശദാംശവും വിശദീകരണവും എന്താണ് എന്നത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മുൻകാല ചോദ്യ പേപ്പറുകൾ ഉത്തരം ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടം. അപ്പൊ ഇനി നമ്മൾ കടക്കുന്ന എന്തിലേക്കാണ്? വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കുമാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ഐച്ഛികം എന്ന പദം എങ്ങനെയാണ് എഴുതേണ്ടത്? ചായും ചായുമാണ്. പലയിടത്തും ചായും ചായും എഴുതി കാണുന്നു. അത് തെറ്റാണ്. ഐച്ഛികം എന്ന് എഴുതുമ്പോ ചായും ചായും അല്ല വരേണ്ടത്. പിന്നെയോ ചായും ചായുമാണ് വരേണ്ടത്. ഇച്ഛ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഇച്ഛ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇച്ഛ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആഗ്രഹം എന്നാണ്. അപ്പൊ ഇച്ഛയ്ക്കൊത്തത് അല്ലെങ്കിൽ ആഗ്രഹത്തിനൊത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഐച്ഛികം. അവിടെ ചായും ചായും അല്ല വരേണ്ടത്, ചായും ചായുമാണ് വരേണ്ടത് എന്ന് തിരിച്ചറിയുക. ബാക്കിയുള്ള 2 ഓപ്ഷനുകളും നമുക്ക് ഉപേക്ഷിക്കാം. ഓക്കെ, അപ്പൊ ശരിയായ പദം കിട്ടി. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ ഇത്. വേറെ ചില വാക്കുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. അടിമത്വം പലരും പറയാറുള്ളതാണ്. അടിമത്വം, സ്ലേവറി, അടിമത്വം ആണോ? അല്ല കേട്ടോ. അടിമ എന്നുള്ളത് തനത് മലയാള പദമാണ്. തനത് മലയാള പദങ്ങളുടെ ഒടുവിൽ ത്വം അല്ല ചേരേണ്ടത്, ത
തമ്മാണ് ചേരേണ്ടത്. കുട്ടിത്തം, വിഡ്ഢിത്തം എന്നൊക്കെ പറയുമ്പോ, മുതലാളിത്തം എന്നൊക്കെ പറയുമ്പോ ഏത് വാക്കാണ്? തനതു മലയാള പദങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒടുവിൽ തം എന്ന ശബ്ദമാണ് വരേണ്ടത്. ത്വം എവിടെയാണ് വരേണ്ടത്? സംസ്കൃത പദങ്ങളോ സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതോ ആയ പദങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ത്വം എന്ന ശബ്ദമാണ് പ്രയോഗിക്കേണ്ടത്. മനുഷ്യത്വം, സ്ത്രീത്വം, ഗുരുത്വം, ലഘുത്വം, ഉത്തരവാദിത്വം എന്നിവ ത്വമ്മിൽ അവസാനിക്കുന്ന പദങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ പ്രവൃത്തി എന്ന് എഴുതരുത്. പിന്നെയോ പ്രവൃത്തി എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതേസമയം പ്രവർത്തിക്കുക എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പ്രവർത്തിക്കുക. കണ്ടോ? പ്രവർത്തിക്കുക എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ പ്രവൃത്തി എന്ന് മാത്രം പറയുമ്പോൾ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നിവർത്തിക്കുക എന്ന് എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷേ നിവൃത്തി എന്ന് എഴുതുമ്പോഴോ നിവൃത്തി. കണ്ടോ? ഇങ്ങനെയാണ് വരേണ്ടത്. ആ വ്യത്യാസം തിരിച്ചറിയണേ. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും തന്നെ ചോദിക്കാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ പീഡനം എന്ന് എഴുതുമ്പോ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടുള്ള ഢ അഥവാ ഘോഷവർണ്ണമാണോ വേണ്ടത്? അല്ല, മൃദുവായ ഡകാരം മതിയാകും കേട്ടോ. ഇത് മതിയാകും. പീഡനം എന്ന് എഴുതേണ്ടത് ഇപ്രകാരമാണ്. കിട്ടിയല്ലോ? ഏതാനും പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില പദങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അർത്ഥത്തിൽ വരുത്തുന്ന വ്യത്യാസം കാണിക്കാനായി വാക്കിന്റെ ഒടുവിൽ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? പ്രത്യയം എന്ന് പറയുന്നത്. വാക്കിന്റെ ഒടുവിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾ. ഇപ്പോ വര് എന്ന വാക്ക് ശ്രദ്ധിക്കുക. വര്, വര് എന്ന വാക്ക് ഇത് ധാതുവാണ് അല്ലെ? ക്രിയാധാതുവാണ് വര് എന്നുള്ളത്. ഈ വര് എന്ന ധാതുവിനോടൊപ്പം കാലപ്രത്യയങ്ങൾ നമ്മൾ ചേർക്കാറുണ്ട്. ഉദാഹരണത്തിന് എന്നുള്ളത് എന്താണ്? എന്നുള്ളത് ഭാവികാല പ്രത്യയമാണ്. അവൻ നാളെ വരും. അവൻ നാളെ വരും. ഇനി മറ്റൊന്ന് ഉന്നു എന്ന ശബ്ദം ചേർക്കുന്നു. ഉന്നു, അവൻ വരുന്നു. ഇപ്പൊ ഇത് ഏത് കാലത്തിലായി? പ്രസന്റ് ടെൻസ് അഥവാ വർത്തമാന കാലത്തിലായി. ഇനി അവൻ വന്നു, അവിടെ ഊ എന്ന ശബ്ദമാണ് ചേരേണ്ടത്. വന്ന് അധികം ഊ ആണ് എന്താകുന്നത്? വന്നു എന്നാകുന്നത്. അവിടെ ഊ പ്രത്യയം ചേർത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞു പോയതിനെ കുറിച്ചു. അതായത് അവൻ വന്നു കഴിഞ്ഞു അല്ലെ? അവൻ വരിക എന്നുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. ഭൂതകാലത്തിലാണ് ആ ക്രിയ കിടക്കുന്നത്. അപ്പോ ഭൂതകാലത്തിലാണോ വർത്തമാനകാലത്തിലാണോ ഭാവി കാലത്തിലാണോ ഒരു ക്രിയ നിൽക്കുന്നത് എന്നറിയാൻ, അതിന്റെ അർത്ഥം തിരിച്ചറിയാൻ നമ്മളെ സഹായിച്ചത് ഏതാണ്? വാക്കിന്റെ ഒടുവിൽ ചേർത്തിട്ടുള്ള ഉന്നു, ഊ തുടങ്ങിയ ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? കാലപ്രത്യയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ വചനപ്രത്യയങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് കസേര എന്നുള്ളത് ഏകവചനമാണ്. കസേരകൾ എന്ന് പറയുമ്പോഴാണ് ഒന്നിലധികം കസേരയുണ്ട്, അത് ബഹുവചനമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അർത്ഥം മാറിയത് എപ്പോഴാണ്? ഈ പറഞ്ഞ വചനപ്രത്യയം ചേർത്തപ്പോഴാണ്. സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ ഒരാളേ ഉള്ളൂ. സ്ത്രീകൾ എന്ന് പറയുമ്പോഴോ ഒന്നിലധികം ആൾക്കാരുണ്ട്. ഈ അർത്ഥം നമുക്ക് എങ്ങനെയാ കിട്ടിയേ? വാക്കിന്റെ ഒടുവിൽ ചേർത്ത ആ കൾ പ്രത്യയത്തിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഇത്തരത്തിലുള്ള കാലപ്രത്യയങ്ങളും വചനപ്രത്യയങ്ങളും ഒരു വാക്കിനോടൊപ്പം ചേരുമ്പോൾ അവിടെ അർത്ഥവ്യത്യാസം സംഭവിക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവയ്ക്ക് അർത്ഥമില്ലതാനും ഇത്തരത്തിൽ ഏതെങ്കിലും പദങ്ങളോട് ചേരുമ്പോഴാണ് അവയ്ക്ക് അർത്ഥം സിദ്ധിക്കുന്നത്. അത്തരം പദങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രത്യയങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ വിഭക്തി പ്രത്യയം ഉണ്ട് കേട്ടോ. നിപ്രസം, ഉപ്രസം, ആ എന്നിങ്ങനെ മലയാളത്തിൽ 7 വിഭക്തികളാണ്. അതിൽ നിർദ്ദേശികയ്ക്ക് ഒഴികെ ബാക്കി എല്ലാ വിഭക്തികൾക്കും എന്തുണ്ട്? പ്രത്യയങ്ങളുണ്ട്. അതൊക്കെ മറ്റൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും. എന്തു തന്നെയാണെങ്കിലും വാക്കിന്റെ ഒടുവിൽ അർത്ഥവ്യത്യാസം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന ഇത്തരം ശബ്ദങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? പ്രത്യയങ്ങൾ എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ
എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യയം. പദരൂപീകരണത്തിൽ പ്രകൃതിയോടൊപ്പം, പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ വര്, വന്ന് എന്നിവ പ്രകൃതിയാണ്. പ്രകൃതിയോടൊപ്പം ആയിരിക്കും എപ്പോഴും എന്ത് ചേർക്കുന്നത്? പ്രത്യയം ചേർക്കുന്നത്. കസേരകൾ എന്ന് പറയുന്നിടത്ത് കസേര പ്രകൃതിയും കൾ എന്നുള്ളത് പ്രത്യയവുമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നിടത്ത് സ്ത്രീ പ്രകൃതിയും കൾ എന്നുള്ളത് പ്രത്യയവുമാണ്. അപ്പൊ പദരൂപീകരണത്തിൽ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യാകരണ ഘടകമാണ് പ്രത്യയം. പ്രകൃതികളിൽ അർത്ഥഭേദം കാണിക്കാൻ ചേർക്കുന്ന രൂപിമങ്ങളായിട്ടാണ് ഇവയെ പരിഗണിക്കുന്നത്. എന്താണ് ചില്ലക്ഷരങ്ങൾ? എന്നീ 5 അക്ഷരങ്ങളെയാണ് ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ ചില്ലക്ഷരങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവ മലയാള അക്ഷരമാലയിലെ എണ്ണം എടുക്കുമ്പോൾ ഇവയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മലയാള അക്ഷരമാലയിൽ ഇവരെ പരിഗണിക്കാത്തത്? കാരണം ഇതാണ്. ന, ല, ന, റ, ള എന്നീ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ചില്ലക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ കാണുന്ന 5 വ്യഞ്ജനങ്ങളെ നമ്മൾ എണ്ണത്തിൽ പരിഗണിച്ച് കഴിഞ്ഞു. പിന്നെയും അവയെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്നീ 5 ചില്ലക്ഷരങ്ങളെ എണ്ണത്തിൽ കൂട്ടാത്തത്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? സ്വരസഹായമില്ലാതെ ഉച്ചരിക്കപ്പെടുന്ന വ്യഞ്ജനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ചില്ലക്ഷരങ്ങളാണ്. 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആ എന്ന സ്വരാക്ഷരമുണ്ട്. ശരിയല്ലേ? ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ജ, ഞ, ട, ട, ഢ, ഢ, ണ, ത, ത, ധ, ധ, ന, പ, പ, ഭ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ 36 വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോഴും ഒടുവിൽ ഏത് ശബ്ദം കേൾക്കുന്നുണ്ട്? ആ എന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറയുമ്പോൾ ഏത് ശബ്ദം കേൾക്കുന്നില്ല? ആ എന്ന ശബ്ദം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ചില്ലക്ഷരങ്ങളോടൊപ്പം സ്വരാക്ഷരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സ്വരസഹായമില്ലാതെ ഉച്ചരിക്കപ്പെടുന്ന വ്യഞ്ജനങ്ങൾ കൂടിയാണ് ആര്? ചില്ലക്ഷരങ്ങൾ. അത് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആ എന്ന സ്വരാക്ഷരമുണ്ട് എന്ന കാര്യം മറക്കരുത്. വളരെ പ്രധാനപ്പെട്ടത്. ഓപ്ഷനിൽ ചില്ലക്ഷരങ്ങൾ എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഓപ്ഷനിൽ ഉണ്ടായത് എന്തെന്നായിരുന്നു? അവ്യയം. എന്താണ് അവ്യയം? ദാ നോക്കൂ, അവ്യയത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവ്യയം എന്താണ്? ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ദ്യോതകത്തെ ഉത്ഭവത്തിന്റെയും പ്രയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ വീണ്ടും പലതായി തിരിക്കുന്നുണ്ട്. ദ്യോതകത്തെ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിപാതമെന്നും അവ്യയമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇനി ദ്യോതകം ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗതി എന്നും ഘടകമെന്നും ആക്ഷേപകമെന്നും ദ്യോതകത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്യോതകത്തെ 2ആയി പിരിച്ചിരിക്കുന്നതിൽ ഒന്നിനെയാണ് എന്ത് വിളിക്കുന്നത്? അവ്യയം എന്ന് വിളിക്കുന്നത്. എന്താണ് ദ്യോതകം? സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്തതും വാചകത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതുമായ ശബ്ദത്തെ മലയാള വ്യാകരണത്തിൽ ദ്യോതകം എന്ന് പറയുന്നു. ദ്യോതകത്തെ നിപാതമെന്നും അവ്യയമെന്നും രണ്ടായി തിരിക്കുന്നു. ജന്മനാ ദ്യോതക ശബ്ദത്തെ ആണ് എന്ത് വിളിക്കുന്നത്? നിപാതം എന്ന് പറയുന്നത്. വാചക ശബ്ദങ്ങൾക്ക് അർത്ഥപരിണാമം സംഭവിച്ചുണ്ടായ ദ്യോതകത്തെയാണ് അവ്യയം എന്ന് പറയുന്നത്. ഒന്ന് ആദ്യമേ തന്നെ എന്തായിരിക്കും? അത് ദ്യോതകമായിരിക്കും. അതിനെ എന്ത് വിളിക്കാം? നിപാതം എന്ന് വിളിക്കാം. പിൽക്കാലത്ത് അർത്ഥപരിണാമം സംഭവിച്ചുണ്ടായ ദ്യോതകത്തെയാണ് അവ്യയം എന്ന് വിളിക്കുന്നത്. ഇവയെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം, അവനെ പറ്റി. ഇതിലെ പറ്റി എന്നത് എന്തിനെ കുറിക്കുന്നു? ഘടകമല്ല, വ്യാക്ഷേപകമല്ല, കേവലമല്ല, ഗതിയാണ്. ഗതി. അവനെ പറ്റി എന്നുള്ളതിലെ പറ്റി എന്ന വാക്ക് ഗതിയാണ്. എന്താണ് ഗതി? നമുക്ക് പരിശോധിക്കാം.
ഗതി നമ്മൾ എവിടെ കാണും? ദ്യോതകത്തെ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ചല്ലോ, ഗതി, ഘടകം, വ്യാക്ഷേപകം. അപ്പൊ ദ്യോതകത്തിന്റെ തന്നെ ഉൾപ്പിരിവിൽ വരുന്നതാണ് അവ്യയവും ഗതിയും. ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഒന്ന് ജന്മനാ ദ്യോതകമായതിനെ നിപാതമെന്നും അർത്ഥപരിണാമം സംഭവിച്ചുണ്ടായതിനെ അവ്യയമെന്നും വിളിക്കുന്നു. പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദ്യോതകത്തെ ഗതി എന്നും ഘടകമെന്നും വ്യാക്ഷേപകം എന്നും വിളിക്കുന്നത്. എന്താണ് ഗതി? പരിശോധിക്കാം. വ്യാകരണ പ്രകാരം വിഭക്തിയുടെ കൂടെ ചേർക്കുന്ന പ്രത്യയത്തെയാണ് ഗതി എന്ന് പറയുന്നത്. ഗതി എന്നത് നാമത്തിന്റെ കൂടെയാണ് ചേർക്കാറുള്ളത്. ഏതെങ്കിലും വിഭക്തിയോട് ചേർന്ന് നിന്ന് ആ വിഭക്തി അർത്ഥത്തെ പരിഷ്കരിക്കുന്ന ദ്യോതകത്തെയാണ് ഗതി എന്ന് പറയുന്നത്. വിഭക്തി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ചു. നിപ്രസം, ഉപ്രസം, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇങ്ങനെ വിഭക്തികൾ 7 വിധമാണ്. അതിൽ നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയങ്ങളില്ല. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏ പ്രത്യയം, സംയോജികയുടെ പ്രത്യയം ഓട് എന്ന പ്രത്യയം, ഉദ്ദേശികയ്ക്ക് ക, ന എന്നിങ്ങനെ 2 പ്രത്യയങ്ങളാണുള്ളത്. പിന്നെ പ്രയോജികയ്ക്ക് ആൽ, കൊണ്ട് എന്നിങ്ങനെ 2 പ്രത്യയങ്ങൾ, സംബന്ധികയ്ക്ക് ഉടമസ്ഥതയെ കുറിക്കുന്ന സംബന്ധികയ്ക്ക് ഡേ, ഉടേ എന്നിങ്ങനെ 2 പ്രത്യയങ്ങൾ, ആധാരികയ്ക്കോ ഇൽ, കൽ എന്നിങ്ങനെ 2 പ്രത്യയങ്ങളാണുള്ളത്. അപ്പൊ എന്തിനാണ് ഈ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നത്? 2 വാക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് വിഭക്തി പ്രത്യയങ്ങളെ ചേർക്കാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തത് കൊണ്ട് മാത്രം ആശയങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വാക്കുകൾ തമ്മിൽ കണക്ട് ആകണമെന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആരെ പ്രയോഗിക്കുന്നത്? ഗതികളെ പ്രയോഗിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വടി കൊണ്ടടിക്കുന്നു എന്ന വാക്യത്തിൽ കൊണ്ട് എന്നത് വിഭക്തിയായ വടിയെ എന്നതിലുള്ള പ്രതിഗ്രാഹികയോട് ചേർന്ന് നിന്ന് അടിക്കുക എന്ന ക്രിയ നടത്തുന്നതിൽ വടി കാരണമാണെന്നുള്ള അർത്ഥം വെളിപ്പെടുത്തുന്നതിനാൽ അത് ഗതി. വടി കൊണ്ടടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് വടി എന്നുള്ളത് നപുംസകമാണ്. നപുംസകം ജീവനില്ലാത്തതാണ്. ജീവനില്ലാത്തത് ഇപ്പൊ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. നമുക്കിതിനെ ഒരു പൂർണ്ണ വാക്യമാക്കാം. ഞാൻ വടി കൊണ്ടടിക്കുന്നു. ഞാൻ ആരെയാണോ അടിക്കുന്നത്, അല്ലെ, ഞാൻ ആരെയാണോ അടിക്കുന്നത് അയാളെയാണ് കർമ്മം എന്ന് വിളിക്കുന്നത്. പക്ഷെ ഞാനൊരു വ്യക്തിക്കിട്ടല്ല ഇവിടെ അടിക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ ചുമ്മാ ഇങ്ങനെ വടി കുടയുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ എന്നുള്ളത് ഈ വാക്യത്തിലെ കർത്താവാണ്. അടിക്കുക എന്നുള്ളത് ഈ വാക്യത്തിലെ ക്രിയയാണ്. കർമ്മത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? വടി എന്ന ശബ്ദമാണ്. വടി എന്ന ശബ്ദത്തിനോടൊപ്പം കൊണ്ട് എന്ന പ്രത്യയമാണ്. ആൽ, കൊണ്ട് എന്നിവ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി ഏത് ശബ്ദമുണ്ട്? ഏ എന്ന ശബ്ദമുണ്ട്. നപുംസകങ്ങളോടൊപ്പം എന്ത് ചേർക്കാറില്ല? പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയം ചേർക്കാറില്ല. ഉദാഹരണത്തിന് ഞാൻ സിനിമ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളത് കർത്താവും കണ്ടു എന്നുള്ളത് ക്രിയയുമാണ്. കർമ്മത്തിന്റെ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? സിനിമയാണ് നിൽക്കുന്നത്. സിനിമയുടെ കൂടെ എ എന്ന പ്രത്യയം ചേർക്കുന്നില്ല. എന്താണ് അതിന് കാരണം? സിനിമയ്ക്ക് ജീവനില്ലാത്തത് കൊണ്ടാണ്, നപുംസകമായതുകൊണ്ടാണ്. അതേസമയം സിനിമ കാണുന്നതിനു പകരം ഞാൻ അവളെയാണ് കണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അവൾ കണ്ടു എന്നല്ല പറയുക, പിന്നെയോ ഞാൻ അവളെ കണ്ടു എന്നാണ് പറയുക. കർമ്മത്തിന്റെ സ്ഥാനത്ത് ജീവനുള്ള ഒന്ന് വന്നപ്പോ എ എന്ന പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയം അതിനോടൊപ്പം ചേർത്തു. ജീവനില്ലാത്ത ഒന്നാണ് കർമ്മത്തിന്റെ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ അവിടെ എന്ത് ചേർക്കാറില്ല? വിഭക്തി പ്രത്യയം ചേർക്കാറില്ല. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എ എന്ന പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയത്തെ ചേർക്കേണ്ടതിന് പകരം
അല്ലേ? കൊണ്ട്, അത് കൊണ്ടടിക്കുന്നു. ആൽ കൊണ്ട് എന്ന അർത്ഥത്തെക്കാൾ ഉപരി അല്ലെ, ക്രിയ നടത്തുന്നതിനുള്ള, അടിക്കുക എന്ന ക്രിയ നടത്തുന്നതിനുള്ള ഉപകരണമാണ് വടി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ട് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ നിന്ന് ചാടി, അവിടെ വച്ച് കണ്ടു, അതിലൂടെ നോക്കി എന്നൊക്കെ പറയുന്നിടത്ത് ചില സാഹചര്യങ്ങളിൽ വിഭക്തി പ്രത്യയം ചേർത്തത് കൊണ്ട് മാത്രം അർത്ഥപൂരീകരണം സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ മരത്തിൽ നിന്ന് ചാടി എന്ന് പറയുകയാണ്. മരത്തിൽ നിന്ന് ചാടി, അപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്നും താഴത്തേക്ക് ചാടുകയാണ് ചെയ്തത്. ആ അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ മരത്തിൽ ചാടി എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥം കിട്ടില്ല. ഇല്ലെന്ന ആധാരിക വിഭക്തി പ്രത്യയം ചേർത്തത് കൊണ്ട് കാര്യമായില്ല. അതിനുശേഷം മറ്റൊന്നുകൂടി ചേർക്കേണ്ടി വന്നു അർത്ഥത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി. ഏത് വാക്ക്? മരത്തിൽ നിന്ന് ചാടി. കണ്ടോ? അപ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. ഇത്തരത്തിൽ വിഭക്തി പ്രത്യയം കൊണ്ട് സാധിക്കാത്തതിനെ വിഭക്തി പ്രത്യയത്തോടൊപ്പം വിഭക്തി എന്ന് തോന്നിക്കുന്ന മറ്റൊന്നുകൂടി ഉപയോഗിച്ചുകൊണ്ട് വാക്യത്തിന്റെ അർത്ഥത്തിന് പൂർത്തീകരണം വരുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗതി എന്ന് വിളിക്കുന്നത്. അതുപോലെ അവിടെ വച്ച് കണ്ടു, അവിടെ വച്ച് കണ്ടു, അവിടെ എ എന്ന പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയം ചേർത്തിട്ടുണ്ട്. അവിടെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥപൂർത്തി സംഭവിക്കുന്നില്ല. അവിടെ വച്ച് കണ്ടു, ഞാനൊന്ന് ചന്ത മാർക്കറ്റിൽ പോയിരുന്നു, അവിടെ വച്ചാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ സുഹൃത്തിനെ കാണുന്നത്. അവിടെ വച്ച്. കണ്ടോ? വച്ച് എന്ന വാക്ക് വ്യാകരണത്തിലെ മറ്റൊരു വിഭാഗത്തിലും പെടുത്താൻ സാധിക്കില്ല. എന്നാൽ അർത്ഥപൂർത്തിക്ക് ഇവ അനിവാര്യമാണ് താനും. ഇത്തരം ശബ്ദങ്ങളെയാണ് എന്തു പറയുന്നത്? ഗതികൾ എന്ന് പറയുന്നത്. അതിലൂടെ നോക്കി, നോക്കിക്കേ, ഞാൻ ബൈനോക്കുലറിലൂടെ നോക്കുകയാണ് അല്ലെ, ബൈനോക്കുലറിലൂടെ ഞാൻ നോക്കുകയാണ്. ദൂരെയുള്ള കാഴ്ച അടുത്ത് കാണുന്നതിന് വേണ്ടി ഞാൻ ബൈനോക്കുലർ നോക്കി എന്ന് പറയുമ്പോഴോ ആ ഉപകരണത്തെ നോക്കി എന്ന അർത്ഥമേ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ബൈനോക്കുലറിലൂടെ നോക്കി എന്ന് പറയുമ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത് ബൈനോക്കുലറിന്റെ ഉള്ളിലൂടെയാണ് എന്ന അർത്ഥം നമുക്ക് സിദ്ധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഊടെ എന്ന വാക്ക് അവിടെ ചേർന്നേ മതിയാകൂ. ഇത്തരത്തിൽ വിഭക്തി പ്രത്യയം കൊണ്ട് മാത്രം അർത്ഥപൂർത്തി സിദ്ധിക്കാത്ത ഇടങ്ങളിൽ ഇത്തരം ശബ്ദങ്ങളെ ചേർത്തുകൊണ്ടാണ് ആശയവിനിമയം സാധിക്കുന്നത്. ഇവയെയാണ് എന്ത് വിളിക്കുന്നത്? ഗതി എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദാ നോക്കൂ, മാളികയിൽ നിന്ന് നോക്കുന്നു. കണ്ടോ? മാളികയിൽ, ഇല്ലെന്ന വിഭക്തി പ്രത്യയം അല്ലെ, ഇൽക്കൽ ആധാരികയുടേതാണ്. മാളികയിൽ നോക്കുന്നു എന്ന് പറഞ്ഞാൽ മാളികയിലേക്ക് നോക്കുന്നു എന്ന അർത്ഥമാണ് കിട്ടുന്നത്. ഇത് മാളികയിൽ നിന്നുകൊണ്ട് മറ്റൊരിടത്തേക്ക് നോക്കുകയാണ്. ആ അർത്ഥം കിട്ടണമെങ്കിൽ നടുക്ക് നിന്ന് എന്ന വാക്ക് പ്രയോഗിക്കേണ്ടതായി വരും. അതുപോലെ ശിഷ്യരിൽ വച്ച് രാമനാണ് സമർത്ഥൻ. ശിഷ്യരിൽ രാമനാണ് സമർത്ഥൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു അപൂർണത അനുഭവപ്പെടും. ഒരുപാട് ശിഷ്യന്മാരുള്ളതിൽ രാമനാണ് സമർത്ഥൻ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ വച്ച് എന്ന വാക്ക് നമുക്ക് ലഭിക്കണം. കാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതർത്ഥമാണ് സിദ്ധിക്കുന്നത്? നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുകയാണെന്ന് അർത്ഥം കിട്ടണമെങ്കിൽ അല്ലേ, അവിടെ ഊടെ എന്ന പ്രത്യയം ചേർത്തേ മതിയാകൂ. ഇത്തരത്തിൽ വിഭക്തി പ്രത്യയം കൊണ്ട് അർത്ഥപൂർണത സംഭവിക്കാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഇത്തരം ശബ്ദങ്ങളെയാണ് ഒറ്റയ്ക്ക് അവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത ഇത്തരം ശബ്ദങ്ങളെയാണ് എന്ത് വിളിക്കുക? ഗതികൾ എന്ന് വിളിക്കുക. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഓപ്ഷനിൽ ഘടകം എന്നുണ്ടായിരുന്നു അല്ലെ. ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം എന്നിവയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. എന്താണ് ഘടകം? വാക്കുകളെയോ വാക്യങ്ങളെയോ പരസ്പരം ബന്ധിപ്പിച്ച് ഘടിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അവയ്ക്ക് ഏത് പേര് വന്നത്? ഘടകം എന്ന പേര് വന്നത്. അപ്പോ വാക്കുകളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുക എന്ന ധർമ്മമാണ് ആർക്കുള്ളത്? ഘടകങ്ങൾക്കുള്ളത്. നോക്കിക്കേ, രാമനും കൃഷ്ണനും, ഇംഗ്ലീഷിൽ രാമ ആൻഡ് കൃഷ്ണ എന്ന് പറയുന്നു. ആ ആൻഡിന് തുല്യമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന ശബ്ദം. രാമനും കൃഷ്ണനും എന്ന വാക്യത്തിൽ ഇവയെ ബന്ധിപ്പിച്ച് നിർത്തുന്ന എന്ന
കണ്ണിയാണ്. ഇത്തരം കണ്ണികളെയാണ് ഘടകം എന്ന് വിളിക്കുന്നത്. എന്താണ് ഘടകങ്ങളുടെ ധർമ്മം? വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ ചേർക്കുക, തമ്മിൽ ഘടിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നതാണ് ഘടകത്തിന്റെ ധർമ്മം. അങ്ങനെയാണെങ്കിൽ എന്താണ് വ്യാക്ഷേപകം? വ്യാക്ഷേപകം, വിക്ഷേപിണി എന്ന ചിഹ്നം ഏത് ചിഹ്നമാണെന്ന് അറിയാലോ? എക്സ്ക്ലമേറ്ററി അല്ലെ, എക്സ്ക്ലമേറ്ററി സൈൻ ആണ്. അതായത് ആശ്ചര്യ ചിഹ്നമാണ്. ആശ്ചര്യ ചിഹ്നത്തെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക? ഇങ്ങനെയാണല്ലേ, ഒരു വരയും കുത്തും. ഒരു അത്ഭുതത്തെ കാണിക്കാനാണ് ആശ്ചര്യ ചിഹ്നം ഉപയോഗിക്കുക. നോക്കിക്കേ, ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം. ഇത് പ്രധാനമായും സംസാരത്തിലാണ് കടന്നു വരിക. ഒയ്യോ, ആഹാ, കഷ്ടം തുടങ്ങിയവ വ്യാക്ഷേപകങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു പെട്ടെന്നുണ്ടായ ഒരു അനുഭവമാണ് അല്ലെ. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ എന്നെ തല്ലി, അപ്പൊ ഞാൻ കണ്ടില്ല അയാൾ എന്നെ തല്ലുന്നത്, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോകൂല്ലേ. അപ്പൊ ഞാൻ എന്ത് പറയും? എനിക്ക് അത്രയ്ക്ക് വേദനിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഞെട്ടും. അതിൽ നിന്നാണ് അയ്യോ എന്ന ശബ്ദം ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ രുചിയുള്ള ആഹാരം ആണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകും, ആഹാ എന്ത് രുചി എന്ന് പറഞ്ഞു പോകും അല്ലേ. ഞാൻ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു ട്രാജഡിയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ ഞാൻ എന്ത് പറയും? കഷ്ടം എന്ന് പറയും. ശരിയല്ലേ? ഇതൊക്കെ ഒരു നിമിഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വികാര സ്തോഭങ്ങളാണ്. അവയെ സൂചിപ്പിക്കാനായിട്ടാണ് എന്തു പ്രയോഗിക്കുന്നത്? വ്യാക്ഷേപകങ്ങൾ പ്രയോഗിക്കുന്നത്. ഹാ, അയ്യോ, കഷ്ടം എന്നിവ എന്തിനു ഉദാഹരണങ്ങളാണ്? വ്യാക്ഷേപകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് കേവലം? ഗതി, ഘടകം, വ്യാക്ഷേപകം എന്നീ വിഭാഗങ്ങളിൽ പെടാതെ പ്രത്യേക അർത്ഥത്തിന് ഊന്നൽ നൽകുന്നവയെയാണ് ദ്യോതകം എന്ന് പറയുന്നത്. ഇതിൽ ഓ എന്നുള്ളത് വളരെ പ്രധാനം. രാമനും കൃഷ്ണനും എന്ന് പറയുന്നിടത്ത് എന്ന ശബ്ദമാണ് ചേർത്തത്, അത് ഘടകമാണ് എന്ന് പറഞ്ഞു. ഇനി ഓർ എന്ന ശബ്ദത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിലോ രാമ ഓർ കൃഷ്ണ, ആരെങ്കിലും ഒരാൾ, രാമനോ കൃഷ്ണനോ. കണ്ടോ അവിടെ ഓ എന്ന ശബ്ദം അത് ഏത് കാറ്റഗറിയിലാണ് പെടുത്തുന്നേ? കേവലം എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ആ, ഈ, എ എന്നീ ശബ്ദങ്ങളും എന്തിനുദാഹരണമാണ്? കേവലങ്ങൾക്ക് ഉദാഹരണമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പശ്ചിമേഷ്യ ഏത് സന്ധിക്ക് ഉദാഹരണം? നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ലോപസന്ധിക്ക് ഉദാഹരണമാണ്. എങ്ങനെയാണത് ലോപസന്ധിയായത് നോക്കാം. ആദ്യം ഇത് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് എന്ന് നോക്കാം. പശ്ചിമ അധികം ഏഷ്യ, ഇതാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്? പശ്ചിമേഷ്യ എന്നാകുന്നത്. ഇവിടെ ഏത് ശബ്ദമാണ് ലോപിച്ചു പോയത്? പശ്ചിമ എന്ന വാക്കുണ്ടോ? പശ്ചിയുണ്ട്, മായുണ്ട്. ഇനി എ എന്ന ശബ്ദം ഇവിടെ ഉണ്ടോ? തീർച്ചയായും എ എന്ന ശബ്ദം ഒരു ചിഹ്നമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഷ്യ എന്ന ശബ്ദം അതും അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ആരാണ് ലോപിച്ചു പോയത്? വളരെ അധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ലോപിച്ചു പോയത് മാ എന്ന അക്ഷരത്തിന്റെ ഒടുവിൽ കാണുന്ന ആ എന്ന ശബ്ദമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയാളത്തിലെ 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആരുണ്ട്? ആ എന്ന സ്വരാക്ഷരമുണ്ട്. ആ എന്ന സ്വരാക്ഷരത്തെ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ് വ്യഞ്ജനങ്ങളെ പൂർണ്ണമായും ഉച്ചരിക്കാൻ സാധിക്കുക. ക, ഖ, ഗ, ഗ, ങ, ച, ഛ, ജ, ജ, ഞ, ട, ഠ, ഡ, ഡ, ണ, ത, ഥ, ദ, ദ, ന, പ, പ, ഭ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ എന്നൊക്കെ ഉച്ചരിക്കുമ്പോൾ വാ തുറന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അവയുടെ ഒടുവിൽ ആ എന്ന സ്വരമുള്ളത് കൊണ്ടാണ്. അപ്പോ സ്വരസഹായത്തോടുകൂടി ഉച്ചരിക്കുന്നവയാണ് എന്ത്? വ്യഞ്ജനങ്ങൾ. കായിൽ തുടങ്ങി റായിൽ അവസാനിക്കുന്ന 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആരുണ്ട്? ആ എന്ന സ്വരാക്ഷരമുണ്ട്. അതില്ലാത്തതാരുടെ കൂടെ മാത്രമാണ് എന്നീ 5 ചില്ലക്ഷരങ്ങളുടെ കൂടെ
കൂടെ മാത്രമാണ്. കിട്ടിയോ? കാര്യം മനസ്സിലായോ? അപ്പൊ പശ്ചിമ അധികം ഏഷ്യ എന്ന് പറയുന്നിടത്ത് മാ എന്ന ശബ്ദത്തിലാണ് പൂർവപദം അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ കൂടെ ഒരു ആയുണ്ടെന്ന് മനസ്സിലാക്കണം. ആ അകാരം എവിടെ ഇല്ല? പശ്ചിമേഷ്യ എന്ന് പറയുന്നിടത്ത് ഇല്ല. അത് ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധിയാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് നീല അധികം ആകാശം എന്ന വാക്ക് നോക്കുക. ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? നീലാകാശം എന്ന് കിട്ടും. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ നീല എന്ന പൂർവപദം ദേ ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. ആ എന്ന സ്വരാക്ഷരം ദേ ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. കാശം, കാശവുമുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? നീല എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ഒരു അകാരമുണ്ട്. രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നത് ആ എന്ന ശബ്ദത്തിലാണ്. അപ്പൊ ഇവിടെ എത്ര ആയുണ്ട്? 2 ആയുണ്ട്. അപ്പോ പൂർവപദത്തിലും ഉത്തരപദത്തിലുമായി മൊത്തം എത്ര അകാരം? 3 അകാരമുണ്ട്. ഇനി അത് ചേർത്തെഴുതിയപ്പോ എന്ത് സംഭവിച്ചു? നീലാകാശം എന്നാ പറഞ്ഞിരിക്കുന്നേ. ഇവിടെ എത്രയേ ഉള്ളൂ? ദാ ആ എന്ന ശബ്ദം, അതായത് 2 അകാരം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു അകാരം ലോപിച്ചു പോയി എന്ന് മനസ്സിലാക്കാം. കണ്ടോ? പെട്ടെന്നൊരു നോട്ടത്തിൽ നിന്ന് നമുക്കിത് മനസ്സിലാവില്ല. ഇവിടെ ഒരക്ഷരവും ലോപിച്ചു പോയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇത്തരത്തിൽ അല്ലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഒടുവിലെല്ലാം ആ എന്ന സ്വരാക്ഷരമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമാണ് ഇവിടെ ഏതെങ്കിലും അക്ഷരം ലോപിച്ചു പോയതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. കിട്ടിയല്ലോ? വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത്തരത്തിൽ സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പാഠപുസ്തകത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിരി അധികം അടക്കാൻ ചേർത്തെഴുതുമ്പോൾ എന്ത് വരും? ചിരി അടക്കാൻ. പൂർവപദത്തിലോ ഉത്തരപദത്തിലോ യാ എന്ന ശബ്ദമില്ല. ചേർത്തെഴുതിയപ്പോൾ യാ എന്ന ശബ്ദം ആഗമിച്ചത് കൊണ്ട് ഇത് ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. അപ്പൊ ചിലർക്കൊരു സംശയം തോന്നാം, ആ എന്ന ശബ്ദം പോയിട്ടല്ലേ യാ എന്ന ശബ്ദം വന്നത് എന്ന് തോന്നാം. അതിനും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം. എന്താ കാരണം? യാ എന്ന ശബ്ദം ഉച്ചരിക്കാൻ എനിക്ക് ആരെ വേണം? ആയും കൂടെ വേണം. യാ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ആയുമുണ്ട്. അപ്പൊ ആ പോയിട്ട് യാ വരികയല്ല ചെയ്തത്, പിന്നെയോ ആയുടെ കൂടെ യാ വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഏത് സന്ധി? ആഗമസന്ധിയാണ് കേട്ടോ. ആ എവിടെയും പോയിട്ടില്ല, ആയുടെ കൂടെ യായും കൂടെ വന്നുവെന്നേ ഉള്ളൂ. പിന്നെ ചീന്തി അധികം എറിഞ്ഞ് ചേർത്തെഴുതിയപ്പോ ചീന്തി എറിഞ്ഞ് എന്ന ശബ്ദം ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയുണ്ട്. ഇവിടെയും എന്ത് തന്നെ സംഭവിച്ചു? യാ എന്ന അക്ഷരം പുതുതായി വന്നിരിക്കുന്നു. ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. കിട്ടിയല്ലോ? മറ്റൊന്ന് പെയ്ത് അധികം ഒഴിഞ്ഞു ചേർത്തെഴുതിയപ്പോ പെയ്തൊഴിഞ്ഞു. ഇവിടെ ഏത് ശബ്ദമാണ്? എന്താണ് മാറ്റം സംഭവിച്ചത്? ഓ എന്ന ശബ്ദത്തിന് വല്ല മാറ്റവും സംഭവിച്ചോ? ഇല്ല. ഓ എന്ന ശബ്ദം ദാ ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? പെയ്ത് താ എന്ന ശബ്ദവും ഉണ്ട്. പക്ഷെ ഇവിടെ തായുടെ കൂടെ ആരുണ്ടായിരുന്നു? സമൃദ്ധോകാരം അഥവാ ചന്ദ്രക്കലയുണ്ടായിരുന്നു. ചേർത്തെഴുതിയപ്പോ ഈ ചന്ദ്രക്കല ലോപിച്ചു പോയി. അതുകൊണ്ട് ലോപസന്ധിയാണ്. മഞ്ഞ അധികം പിത്തം ചേർത്തെഴുതിയപ്പോ മഞ്ഞപ്പിത്തം. പാ എന്ന അക്ഷരം ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അമർത്തി അധികം തുടച്ച് ചേർത്തെഴുതിയപ്പോഴോ അമർത്തി തുടച്ച്. കണ്ടോ? ഇവിടെ ഒരു തായേ ഉള്ളൂ. ചേർത്തെഴുത്തിൽ അത് 2 തകാരമായിട്ട് മാറുന്നു. ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ഈ അധികം കാലത്ത് ചേർത്തെഴുതിയപ്പോ ഇക്കാലത്ത്. ക എന്ന അക്ഷരം ഇരട്ടിച്ചതുകൊണ്ട് ഏത് സന്ധി? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. സന്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു ചോദ്യം എവിടെ നിന്നായിരിക്കും? സന്ധിയിൽ നിന്നായിരിക്കും കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ചില ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. അഭിജ്ഞാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഭിജ്ഞാനം എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ കാളിദാസന്റെ ഒരു കൃതി നിങ്ങൾ ഓർത്തിയിട്ടുണ്ടാകാം. ഏതാ? അഭിജ്ഞാന ശാകുന്തളം.
രാജാവിനെ രാജാവിന് ആരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് താനെന്ന് ഗാന്ധർവ വിവാഹത്തിൽ ഏർപ്പെട്ട മുനികന്യകയെ ഓർക്കുന്നതിന് വേണ്ടി രാജാവ് സമ്മാനിച്ചതാണ് ആ മുദ്രമോതിരം. ഏത് രാജാവ് ഏത് മുനികന്യകയ്ക്ക് സമ്മാനിച്ചു? ആർക്കാണ്? ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ഗാന്ധർവ വിധിപ്രകാരമുള്ള വിവാഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ. അവിടെ പക്ഷേ എന്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല? മുദ്രമോതിരത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അത് ആരുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മുദ്രമോതിരത്തിന്റെ കഥ ആഡ് ചെയ്തത്? നമ്മുടെ കാളിദാസന്റെ കയ്യിൽ എത്തിയപ്പോഴാണ്. കഥയ്ക്കൊരു ഈടുറപ്പ് ഈടുറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് മുദ്രമോതിരത്തിന്റെയൊക്കെ കഥ കൂട്ടിച്ചേർത്തത് കാളിദാസനാണ്. അതുകൊണ്ടാണ് കാളിദാസൻ ഈ കഥയ്ക്ക് ഏത് പേര് കൊടുത്തത്? മുദ്രമോതിരം എന്നർത്ഥം വരുന്ന, അടയാളമോതിരം എന്നർത്ഥം വരുന്ന, അല്ലെങ്കിൽ അടയാളം എന്നർത്ഥം വരുന്ന അഭിജ്ഞാനം എന്ന വാക്ക് ശാകുന്തളം കഥയുടെ മുന്നോടിയായിട്ട് ചേർക്കാനുള്ള കാരണം ഇതാണ്. അഭിജ്ഞാനം എന്ന വാക്കിന് അടയാളം എന്നാണ് അർത്ഥം. കിട്ടിയല്ലോ? അഭിജ്ഞാന ശാകുന്തളം രചിച്ചത് ആരാണ്? കാളിദാസനാണ്. ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഈ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നത്. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കിട്ടിയല്ലോ? ശരി, വേറെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. അങ്കുടം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താക്കോൽ എന്നാണ്. അഭിജ്ഞാനം എന്ന് പറഞ്ഞാലും അംഗം എന്ന് പറഞ്ഞാലും അടയാളം എന്നാണ് അർത്ഥം. അംഗം വെട്ടുക എന്ന വാക്കിന്, അംഗം എന്ന വാക്കിന് യുദ്ധം എന്നുകൂടി അർത്ഥമുണ്ട്. രണാങ്കണം അങ്കണം എന്ന വാക്കിനോ മുറ്റം എന്നാണ് അർത്ഥം. അങ്കുരം എന്ന വാക്കിനോ മുള എന്നും ജലം എന്നും അർത്ഥമുണ്ട്. മുള എന്ന് പറഞ്ഞാല് ബഡാണ് ഉദ്ദേശിക്കുന്നത്. ബഡ്, അതായത് ഒരു ചെടി നട്ട് കഴിഞ്ഞ് ആദ്യം വരുന്ന ഇലകൾ, അതിനെയാണ് മുള പൊട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ ബാംബു എന്ന അർത്ഥത്തിലല്ല ഇവിടെ മുള എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം വരുന്ന ഇലകൾ, ആ അർത്ഥത്തിലാണ് എന്തു പറയുന്നത്? അങ്കുരം അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുള പൊട്ടുക. അങ്കുരം എന്ന വാക്കിന് ജലം എന്ന അർത്ഥമുണ്ട്. ജലത്തിന്റെ മറ്റു ചില പര്യായങ്ങൾ നോക്കിക്കേ. അങ്കാംഗം, അങ്കുപം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ്? ജലത്തിന്റെ പര്യായ പദമാണ്. അങ്കുശം എന്ന വാക്കിന് ആനത്തോട്ടി എന്നാണ് അർത്ഥം. ഈ ഉത്സവ സമയത്തൊക്കെ ആനയെ കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്നതിനോടൊപ്പം തന്നെ പാപ്പാമാരുടെ രണ്ട് തോട്ടി കാണും. അതിൽ ഒരു തോട്ടിയിൽ എന്തുണ്ടാകും? ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും, ഒരു മുള്ളു പോലത്തെ, അല്ലെങ്കിൽ കൊത്തി വലിക്കാൻ പാകത്തിനൊരു സാധനം ഉണ്ടാകും ഇതിനെയാണ് എന്ത് പറയുന്നത്? അങ്കുശം എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ആനത്തോട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ അങ്കുശം എന്ന വാക്ക് ഇംഗ്ലീഷിലെ കോമ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കോമ എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നമുണ്ടല്ലോ, ഈ ചിഹ്നത്തിന് ഏതിനോട് സാദൃശ്യമുണ്ട്? ആനത്തോട്ടിയുടെ ഈ കൊത്തിവലിക്കുന്ന സാധനത്തിനോട് രൂപസാദൃശ്യമുണ്ട്. അങ്ങനെയാണ് അങ്കുശ ചിഹ്നം എന്ന് ഏതിന് പേര് വീണത്? കോമയ്ക്ക് പേര് വീണത്. അല്പവിരാമം എന്ന് പറഞ്ഞാലും അങ്കുശം എന്ന് പറഞ്ഞാലും ഏത് ചിഹ്നമാണ്? കോമ എന്ന ചിഹ്നമാണ്. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കന എന്നു വിളിക്കുന്നു നിന്നെ ഞാൻ എന്ന് പാടിയതാരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കാകളി, മഞ്ചരി, വസന്തതിലകം, കേക, ഇതിൽ ഏതാണ് ഒറ്റയാൻ? വസന്തതിലകമാണ്. എന്താണ് കാരണം? ബാക്കിയുള്ള 3 വൃത്തങ്ങളും ദ്രാവിഡ വൃത്തങ്ങളാണ്. വസന്തതിലകമോ സംസ്കൃത വൃത്തമാണ് വസന്തതിലകം സംസ്കൃത വൃത്തത്തിന് ഉദാഹരണം. ബാക്കി 3ഉം ദ്രാവിഡ വൃത്തങ്ങളാണ്. പ്രധാനപ്പെട്ട സംസ്കൃത വൃത്തങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. കുസുമ
സോമമഞ്ജരി, സ്രഗ്ധര, വസന്തതിലകം, ശാർദൂല വിക്രീഡിതം, മാലിനി, ശിഖരിണി, മന്ദാക്രാന്ത എന്നിവയാണ് പ്രധാനപ്പെട്ട സംസ്കൃത വൃത്തങ്ങൾ. അതിൽ തന്നെ മന്ദാക്രാന്തയുടെ പ്രത്യേകത എന്താണ്? സന്ദേശകാവ്യങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വൃത്തമായതുകൊണ്ട് സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നറിയപ്പെടുന്നത് മന്ദാക്രാന്തയാണ്. ഉണ്ണുനീലി സന്ദേശത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഭൃഗസന്ദേശം, ഭൃംഗസന്ദേശം, കോകസന്ദേശം തുടങ്ങിയ സന്ദേശകാവ്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വൃത്തമാണ് മന്ദാക്രാന്ത. അതുകൊണ്ട് മന്ദാക്രാന്ത സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നുകൂടി അറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ദ്രാവിഡ വൃത്തങ്ങൾ ഏതൊക്കെയാണ്? കാകളി, മഞ്ജരി, തരങ്കിണി, നദോന്നത, സർപ്പിണി. ഇത്രയും അല്ല കേട്ടോ, ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ടവയെ മാത്രം ഇവിടെ സൂചിപ്പിച്ചതാണ്. കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തമാണ് കാകളി. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. കിളിപ്പാട്ട് കൃതികൾ രചിക്കുന്നതിന് വേണ്ടി എഴുത്തച്ഛൻ ഏറ്റവും അധികം ആശ്രയിച്ചത് ഏത് വൃത്തത്തെയാണ്? കാകളി വൃത്തത്തെയാണ്. അതുകൊണ്ടാണ് കാകളി ഏതു പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്? കിളിപ്പാട്ട് വൃത്തം എന്ന് അറിയപ്പെട്ടത്. അതുപോലെ ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ എന്ന കൃതി, കൃഷ്ണഗാഥയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വൃത്തം മഞ്ജരി വൃത്തമാണ്. കാകളിയുടെ തന്നെ ഭേദമാണേത്? മഞ്ജരി വൃത്തം. സ്വതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിൽ അത് മഞ്ജരിയായിടും എന്നുള്ളതാണ്. അപ്പൊ കൃഷ്ണഗാഥയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചത് കൊണ്ട് മഞ്ജരി വൃത്തം പിൽക്കാലത്ത് ഏതു പേരിൽ അറിയപ്പെട്ടു? ഗാഥാവൃത്തം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി കുഞ്ചൻ നമ്പ്യാർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ പ്രസ്ഥാനത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വൃത്തമാണേത്? തരങ്കിണി. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശട, അല്ലെ? ഇതാണ് തുള്ളൽ പാട്ടുകളുടെ ഒരു സ്റ്റൈല്. ദ്വിമാത്രം ഗണമെട്ടെണ്ണം യതിമധ്യം തരങ്കിണി എന്നാണ് തരങ്കിണിക്ക് ലക്ഷണം കൽപ്പിക്കുക. നമ്മുടെ പരീക്ഷയിൽ ലക്ഷണങ്ങളൊന്നും ചോദിക്കില്ല, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ തുള്ളൽ കൃതികളിൽ ഏറ്റവും അധികം ഉപയോഗിച്ചത് കൊണ്ടാണ് തരങ്കിണിക്ക് ഏത് പേര് കൈവന്നത്? തരങ്കിണിക്ക് തുള്ളൽ വൃത്തം എന്ന പേര് കൈവന്നത്. വഞ്ചിപ്പാട്ട് കൃതികളിൽ പ്രത്യേകിച്ച് രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് നദോന്നത എന്ന വൃത്തമാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് അതിന് വഞ്ചിപ്പാട്ട് വൃത്തം എന്ന പേര് കൈവന്നു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. അതാണ് വഞ്ചിപ്പാട്ടിന്റെ രീതി. താന്നും പൊങ്ങിയും താന്നും പൊങ്ങിയും. ഓളപ്പരപ്പിലൂടെ ഒരു വഞ്ചി എങ്ങനെയാണോ പോകുന്നത് അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് വഞ്ചിപ്പാട്ടിന്റെ താളം. അതുകൊണ്ടാണ് താഴ്ച എന്നും ഉയർച്ച എന്നും അർത്ഥം വരുന്ന രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നദോന്നത എന്ന് വൃത്തത്തിന് പേര് കൊടുത്തത് കേട്ടോ. നദ, ഉന്നത. നദം എന്ന വാക്കിന്റെ വിപരീതമാണ് ഉന്നതം. നദം താഴ്ച, ഉന്നതം ഉയർച്ച. രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി? വഞ്ചിപ്പാട്ട് വൃത്തത്തിന്റെ പേരായി. അതുപോലെ സർപ്പിണി വൃത്തം. പാന, ജ്ഞാനപ്പാന എന്ന കൃതിയിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള വൃത്തമാണേത്? സർപ്പിണി വൃത്തം. അതുകൊണ്ട് പിൽക്കാലത്ത് സർപ്പിണി വൃത്തം പാനാവൃത്തം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതൊക്കെ പ്രധാനപ്പെട്ട ദ്രാവിഡ വൃത്തങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏതാണ്? സ്വാമികളാണ്. എന്താണ് പൂജക ബഹുവചനം? പൂജക ബഹുവചനം രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമാണ്. സ്വാമികൾ എന്ന വാക്ക് നമ്മൾ എവിടെയാ ഉപയോഗിക്കുക? ഒരു ഉദാഹരണം പറയാം. ചട്ടമ്പി സ്വാമികൾ എന്ന വാക്ക് പരിശോധിക്കുക. ചട്ടമ്പി സ്വാമികൾ കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് ചട്ടമ്പി സ്വാമി. അദ്ദേഹത്തിന് എത്ര പേരുണ്ട്? ചട്ടമ്പി സ്വാമി ഒരാളേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാ കൾ എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നത്? അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദര സൂചകമായിട്ടാണ്, അദ്ദേഹത്തിന് കൽപ്പിക്കുന്ന ബഹുമാന സൂചകമായിട്ടാണ് വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ വ്യക്തി ഒന്നേ ഉള്ളുവെങ്കിലും അവിടെ കൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കുന്നത്. ഇത്തരത്തിൽ വ്യക്തി ഒന്നേ ഉണ്ടാകൂ, പക്ഷേ ബഹുവചന പ്രത്യയം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ രൂപം കാണുമ്പോൾ എന്ത് വിചാരിക്കും? ഇത് ബഹുവചനമാണെന്ന് വിചാരിക്കും. പക്ഷെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോഴോ ഇത് ഏകവചനമായിരിക്കും. ഇതിനെയാണ് എന്തു പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. കുട്ടികൾ എന്നുള്ളത് എന്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനമാണ്. എന്താണ് അലിംഗ ബഹുവചനം? അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ
ആ വിഭാഗത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. രണ്ട് കൂട്ടരെയും കൂടി മിക്സ് ചെയ്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നതാണ് അലിംഗ ബഹുവചനം. അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അധ്യാപികമാർ എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം അധ്യാപകർ എന്ന് പറഞ്ഞാലോ അവിടെ രണ്ട് കൂട്ടരും ഉണ്ടാകാം. അതുപോലെ തന്നെയല്ലേ കുട്ടികൾ എന്ന വാക്കും. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികൾ എന്ന് പറയുമ്പോഴോ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം. അതുകൊണ്ട് അത് എന്തിനുദാഹരണമാണ്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. കിട്ടിയോ? അതുപോലെ മറ്റൊന്ന് സ്ത്രീകൾ. സ്ത്രീകൾ ഇവിടെ ആരൊക്കെ ഉണ്ട്? പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. അതിന്റെ ബഹുവചനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ എന്തു പറയാം? സലിംഗ ബഹുവചനം എന്ന് പറയാം. സലിംഗ ബഹുവചനമാണ്. ഇനി വിദ്വാൻമാർ. വിദ്വാൻ എന്നുള്ളത് പുല്ലിംഗ പദമാണ്. വിദുഷി എന്നുള്ളതാണ് അതിന്റെ സ്ത്രീലിംഗ പദം. അപ്പൊ വിദ്വാൻമാർ എന്ന് പറയുന്നിടത്ത് ആര് മാത്രമേ ഉള്ളൂ? ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ പുല്ലിംഗത്തിന്റെ മാത്രം ബഹുവചനമാണ്. അതും എന്തിൽ തന്നെ വരും? സലിംഗ ബഹുവചനത്തിൽ തന്നെ വരും. അപ്പൊ സലിംഗ ബഹുവചനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനത്തെയാണ് എന്ത് വിളിക്കുന്നത്? സലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നത്. എന്താണ് അലിംഗ ബഹുവചനം? സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാകാം എന്നാണെങ്കിൽ അത് അലിംഗ ബഹുവചനമാണ്. ഏകവചനത്തോടൊപ്പം ആദരസൂചകമായി ബഹുവചന പ്രത്യയം ചേർക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. പൂജക ബഹുവചനത്തിന് നിർവചനം കൊടുത്തിട്ടുണ്ട്. സ്വാമികൾ, അവർകൾ, ഗുരുക്കൾ. അല്ലെ, ഗുരുക്കൾ എന്ന വാക്ക് നടരാജ ഗുരുക്കൾ എന്നാ പ്രയോഗിക്കുന്നത്. വ്യക്തി ഒന്നേ ഉള്ളൂ. പക്ഷേ ഗുരുക്കൾ എന്ന് പ്രയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ആദരസൂചകമായിട്ടാണ്. അതുപോലെ അവർകൾ, അല്ലെ, ഒരു വിശിഷ്ട അതിഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോ ഇപ്പോ ശ്രീ പിണറായി വിജയൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ ശ്രീ വി.ഡി. സതീശൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെയായിരിക്കും ഒരു പൊതു ചടങ്ങിൽ, അല്ലെ, ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? വ്യക്തി ഒന്നേ ഉള്ളുവെങ്കിലും ഇരട്ടി ബഹുമാനം അർഹിക്കുന്നവരാണ് അവർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ അതിനെ എന്തു പറയാം? പൂജക ബഹുവചനം എന്ന് പറയാം. ബഹുവചനം തന്നെ മൂന്ന് വിധം: സലിംഗം, അലിംഗം, പൂജകം. എന്താണ് സലിംഗ ബഹുവചനം? സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ. നമ്പൂതിരിമാർ എന്ന് പറയുമ്പോൾ ആണുങ്ങൾ മാത്രം അടങ്ങിയ കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പാണ്. തട്ടാന്മാർ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മമാർ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാര്യമാർ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. മലകൾ എന്ന് പറയുമ്പോൾ ജീവനില്ലാത്തതാണ്, നപുംസകമാണ്. നപുംസകത്തിന്റെ ബഹുവചനവും എവിടെ തന്നെ വരും? സലിംഗ ബഹുവചനത്തിൽ വരും. ആനകൾ, മൃഗങ്ങളെ വ്യാകരണത്തിൽ നപുംസകങ്ങളായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെ ആനകൾ എന്നുള്ളതും എന്തിനുദാഹരണമാകുന്നു? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാകുന്നു. മരങ്ങൾ എന്ന് പറയുമ്പോൾ നപുംസകത്തിന്റെ തന്നെ ബഹുവചനമാണ്. അതുകൊണ്ട് അതും എന്ത് തന്നെ? സലിംഗ ബഹുവചനം തന്നെ. സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനത്തെയാണ് എന്തു പറയുക? സലിംഗ ബഹുവചനം എന്ന് പറയുക. അപ്പൊ അലിംഗ ബഹുവചനം എന്താണ്? രണ്ടും കൂടി കലർന്നത്. മിടുക്കർ എന്ന വാക്കിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടാകാം? മിടുക്കനും മിടുക്കിയും ഉണ്ടാകാം. വേലക്കാർ എന്ന് പറയുന്നിടത്തോ വേലക്കാരനും വേലക്കാരിയും ഉണ്ടാകാം. രണ്ടുപേരും ഉള്ളടങ്ങിയ ഗ്രൂപ്പാണെങ്കിൽ അതിനെ അലിംഗ ബഹുവചനം എന്ന് വിളിക്കുന്നു. അധ്യാപകർ എന്ന് പറയുന്നിടത്ത് അധ്യാപകനും അധ്യാപികയും ഉണ്ടാകാം എന്ന് പറഞ്ഞതുപോലെ. മറ്റൊന്ന്, അടുത്ത ചോദ്യത്തിലേക്ക്. പൂജക ബഹുവചനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956. അതിന്റെ ചരിത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഇന്ന് തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന കന്യാകുമാരി ജില്ലയും തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട താലൂക്കിന്റെ കിഴക്കേ ഭാഗവും ഒഴികെ തിരുവിതാംകൂർ, പണ്ടത്തെ കൊച്ചി, പഴയ മദിരാശി,
മദിരാശി സംസ്ഥാനത്തിലെ ഗൂഡല്ലൂർ താലൂക്ക്, കുന്ദ താലൂക്ക്, ആനക്കൊട്ടിക്ക് കിഴക്കുള്ള അട്ടപ്പാടി വനങ്ങൾ ഇപ്പോൾ നീലഗിരി ജില്ലയാണ്. കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗങ്ങൾ ഒഴികെയുള്ള മലബാർ ജില്ല, അതേ സംസ്ഥാനത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ തുളുനാട് ഉൾപ്പെടുന്ന കാസർഗോഡ് താലൂക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയാണ്. ഈ പ്രദേശങ്ങളെ ചേർത്താണ് 1956 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചത് എന്ന് പ്രയോഗിക്കരുത് കേട്ടോ, അത് തെറ്റായ പ്രയോഗമാണ്. രൂപവത്കരണമാണ് ശരിയായ പ്രയോഗം. അപ്പൊ കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 എന്ന് തിരിച്ചറിയുക. 1956 നവംബർ 1 കേരള പിറവി. ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. ഷ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ പെടുന്നു? നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഊഷ്മാവ് എന്ന വിഭാഗത്തിൽ പെടുന്നു. മലയാളത്തിലെ വ്യഞ്ജനാക്ഷരമാലയുടെ ക്രോഡീകരണം, കാറ്റഗറൈസേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കും കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, വളരെ എളുപ്പമാണ് അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിവിഷൻ ആണ് അല്ലെ. ക ഖ ഗ ഗ ങ കവർഗം, ച ച ച ജ ഞ ചവർഗം, ട ട ഢ ഡ ണ ടവർഗം, ത ത ധ ദ ന തവർഗം, പ പ ഭ ബ മ പവർഗം. വളരെ എളുപ്പമാണ്. ആദ്യത്തെ അക്ഷരത്തെ നോക്കുക, അതിൻ്റെ കൂടെ വർഗം എന്ന് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആ ഗ്രൂപ്പിന്റെ പേര് കിട്ടും. മറ്റൊരു കാര്യം, ഈ കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന 25 അക്ഷരങ്ങളെ ചേർത്താണ് എന്തു പറയുന്നത്? വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മലയാളത്തിലെ വർഗാക്ഷരങ്ങളുടെ എണ്ണം എത്രയാ? കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന 25 വർഗാക്ഷരങ്ങളാണ് മലയാളത്തിൽ ഉള്ളത്. ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിവിഷൻ ആണ്. ഇനി വെർട്ടിക്കൽ ആയിട്ടും ഇവയെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? കചട തപ ഈ 5 അക്ഷരങ്ങളെ ചേർത്ത് ഖരവർണ്ണങ്ങൾ. ഖ ഛ ഠ ഥ പ ഈ 5 അക്ഷരങ്ങളെ ചേർത്ത് അതിഖരവർണ്ണങ്ങൾ. ഗജഡദബ ഈ 5 അക്ഷരങ്ങളെ ചേർത്ത് മൃദുക്കൾ. ഘ ഝ ഢ ധ ഭ ഈ 5 അക്ഷരങ്ങളെ ചേർത്താണ് ഘോഷങ്ങൾ എന്ന് പറയുന്നത്. മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്ന ങഞണ നമ ഈ 5 അക്ഷരങ്ങളെ ചേർത്താണ് അനുനാസികങ്ങൾ എന്ന് വിളിക്കുക. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളിക്കുന്നു എന്നത് നമ്മൾ വിശദമായി അക്ഷരമാല എന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. ഇവയുടെ പേര് ഇതാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദ്യം വരാം. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇതായിരുന്നു, ചവർഗത്തിലെ മൃദുവേദ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ചവർഗത്തിലെ മൃദുവേദ്. ചവർഗം ഏതാണ്? ച ഛ ജ ജ ഞ. അതിലെ മൃദുവേദാണ്? ജായാണ്. അപ്പൊ ചവർഗത്തിലെ മൃദുവേദാണ്? ജായാണ്. ഇതുപോലെ ഏത് വേണമെങ്കിൽ ചോദിച്ചൂടെ? കവർഗത്തിലെ ഖരമേത് തുടങ്ങി പവർഗത്തിലെ അനുനാസികമേത്, അങ്ങനെ ഏത് അക്ഷരത്തെ കുറിച്ച് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പേരും വെർട്ടിക്കൽ ആയിട്ടുള്ള പേരും അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പൊ 25 വർഗാക്ഷരങ്ങളെ ആയുള്ളൂ. മലയാളത്തിൽ മൊത്തം എത്ര വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്? 36 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അപ്പൊ ഇനി ഒരു 11 പേര് കൂടിയുണ്ട്. അവയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ദാ നോക്കൂ, യ ര ല വ 4 പേരെ എന്ത് വിളിക്കുന്നു? മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. ശ ഷ സ 3 അക്ഷരങ്ങളെയാണ് ഊഷ്മാവ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഷ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ്. ഷ കൂടാതെ ഷായും സായും എന്ത് തന്നെയാണ്? ഊഷ്മാവ് തന്നെയാണ്. ഹ എന്ന ഒറ്റ അക്ഷരത്തെയാണ് ഘോഷി എന്ന് വിളിക്കുന്നത്. ള ഴ റ ഈ 3 അക്ഷരങ്ങളെ ചേർത്ത് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, യാര ലാവ എന്നീ 4 മധ്യമത്തെയും ളാഴാറ എന്നീ 3 ദ്രാവിഡ മധ്യമത്തെയും ചേർത്ത് എന്ത് വിളിക്കാറുണ്ട്? മധ്യമങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അതായത് മൊത്തം മധ്യമങ്ങളുടെ എണ്ണം 4 3 7 കിട്ടിയല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഖരത്തെ അധികരമാക്കുവാനും
ഖരത്തെ അധികരമാക്കുവാനും മൃദുവിനെ ഘോഷമാക്കുവാനും ഉപയോഗിക്കുന്ന വർണ്ണം ഏതാണ്? ഹായാണ്. ഉച്ചാരണത്തിൽ ഹാ ചേർക്കുമ്പോഴാണ് നമുക്ക് അടുത്ത അക്ഷരത്തെ കിട്ടുക. കായോടുകൂടി ഹാ ചേരുമ്പോ ഖ, ഛ, ഠ, ഥ, ഫ, അങ്ങനെയാണ് ഇവയുടെ ഉച്ചാരണം. അതുപോലെ ഗായോടൊപ്പം ഹാ ചേരുമ്പോഴാണ് ഗാ കിട്ടുക, അല്ലെ? ഘ, ഝ, ഢ, ധ, ഭ, അല്ലെ? കുറച്ച് സ്ട്രെസ് കൂടുതൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ശേഷം വരുന്ന അക്ഷരങ്ങളുടെ ഉച്ചാരണം കിട്ടും. അപ്പൊ സ്ട്രെസ് കൊടുക്കുക എന്ന് പറയുന്നതിന് പകരമാണ് ഇവയോടൊപ്പം നമ്മൾ ഹകാരം ചേർക്കുന്നു എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഒരിക്കൽ വന്ന ചോദ്യം എന്തായിരുന്നു? ഖരത്തെ അധികരമാക്കുവാനും മൃദുവിനെ ഘോഷമാക്കുവാനും ചേർക്കുന്ന വർണ്ണമേത്? ഏതാ? ഹായാണ്. ഹായുടെ പേരാണ് എന്ത്? ഘോഷി എന്നുള്ളത്. കിട്ടിയല്ലോ? ചോദിക്കാറുണ്ട് കേട്ടോ. മലയാള അക്ഷരമാലയിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. അടുത്ത ചോദ്യം, ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദമേത്? എന്താണ് ബഹുവ്രീഹി സമാസം? അന്യപദാർത്ഥ പ്രധാനമാണ്. രണ്ട് വാക്കുകൾ ഉള്ളതിൽ രണ്ട് വാക്കിനുമല്ല പ്രാധാന്യം, രണ്ട് വാക്കിന്റെ അർത്ഥവും സംയോജിപ്പിച്ചുകൊണ്ട് മറ്റൊരർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതിനെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുക. താമരക്കണ്ണൻ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഇതിൽ താമര എന്ന വാക്കിനുമല്ല പ്രാധാന്യം, കണ്ണ് എന്ന വാക്കിനുമല്ല പ്രാധാന്യം. പിന്നെയോ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണോട് കൂടിയവൻ ആരോ അവൻ. അതാരാണ്? കൃഷ്ണനാണ്. അപ്പൊ രണ്ട് വാക്കിനുമല്ല അർത്ഥത്തിന്റെ പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കുക. കിട്ടിയല്ലോ? അടുത്തത് പീതാംബരം എങ്ങനെ വിഗ്രഹിക്കാം? പീതമായ അമ്പരം. പീതം മഞ്ഞ, അമ്പരം വസ്ത്രം, മഞ്ഞയായ വസ്ത്രം. കർമ്മധാരയ സമാസത്തിന് ഉദാഹരണമാണ്. വിഗ്രഹിക്കുമ്പോൾ നടുക്ക് ആയ എന്ന ശബ്ദമാണ് വരുന്നതെങ്കിൽ അത് കർമ്മധാരയ സമാസമാണ്. അതുപോലെ കേരള ദേശം എങ്ങനെ വിഗ്രഹിക്കാം? കേരളം എന്ന ദേശം. വിഗ്രഹിക്കുമ്പോൾ എന്ന വാക്കാണ് നടുക്ക് വരുന്നതെങ്കിൽ അത് എന്താണ്? നിർദ്ദേശിക തൽപുരുഷ സമാസമാണ്. അതായത് രണ്ടാമത് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് ആദ്യത്തെ വാക്ക് എന്നാണെങ്കിൽ അത് നിർദ്ദേശിക തൽപുരുഷനായിരിക്കും. പാദപങ്കജം എങ്ങനെ വിഗ്രഹിക്കാം? പാദമാകുന്ന പങ്കജം. വിഗ്രഹിക്കുമ്പോൾ നടുക്ക് ആകുന്ന എന്ന വാക്കാണ് വരുന്നതെങ്കിൽ അത് ഏത് സമാസമായിരിക്കും? രൂപക തൽപുരുഷ സമാസമായിരിക്കും. പാദവും പങ്കജവും ഒന്ന് തന്നെ എന്ന അർത്ഥത്തിലാണ് അത് വിഗ്രഹിക്കുന്നത്. ആകുന്ന എന്ന വാക്ക് വന്നാൽ അത് രൂപക തൽപുരുഷൻ. കണ്ടോ? എല്ലാത്തിനെയും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കല്ല് കടിക്കുക എന്ന ശൈലി ശരിയായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി. കല്ലുകടി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? രസം കൊല്ലി എന്നാണ്. രസത്തെ കൊല്ലുന്നത്, രസിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ രസത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇടയ്ക്ക് വരുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പുകൾ ഉണ്ടല്ലോ, അവയെയാണ് രസം കൊല്ലികൾ അല്ലെങ്കിൽ കല്ലുകടികൾ എന്ന് പറയുന്നത്. ബാക്കിയിടങ്ങളിലെല്ലാം തന്നെ കല്ല് കടിക്കുക എന്നുള്ളത് ശരിയായ കല്ല് വായിലിട്ട് കടിക്കുന്നതിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശൈലിയുടെ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ മാത്രമാണ്? ആഘോഷത്തിനിടയിൽ വൈദ്യുതി നിലച്ചത് കല്ലുകടിയായി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് മാത്രമാണ് ശൈലി എന്ന നിലയിൽ കല്ലുകടി എന്ന വാക്കിനെ ഉപയോഗിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം, മഞ്ഞവെയിൽ മരണങ്ങൾ ആരുടെ കൃതിയാണ്? ആടുജീവിതം എന്ന കൃതിയിലൂടെ എന്ന നോവലിലൂടെ പ്രസിദ്ധിയാർജിച്ച ബെന്യാമിന്റെ മറ്റൊരു നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ബെന്യാമിന്റെ മറ്റു പ്രധാനപ്പെട്ട നോവലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അബീശകിൻ, പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം, അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. വേറെയും ഉണ്ട് കേട്ടോ. നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിന്റെയാണ്. തരകൻസ് ഗ്രന്ഥവരി ബെന്യാമിന്റെയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ബെന്യാമിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവലാണേത്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏത് നോവലിനാണ്? ആടുജീവിതം എന്ന നോവലിനാണ്. അതുപോലെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ജാസ്മിൻ ഡേയ്സ്. അതിനാണ് ബെന്യാമിന് JCB പുരസ്കാരം ലഭിച്ചത്. ശരി,
അടുത്ത ഓപ്ഷനിലുള്ള മറ്റുള്ളവരെ പരിചയപ്പെടുമ്പോൾ KR മീര ഏറ്റവും പ്രസിദ്ധയാക്കിയ നോവൽ ഏതാണ്? ആരാച്ചാരാണ്. അതുകൂടാതെ അവരുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ്? നേത്രോന്മീലനം, മീരാ സാധു, യൂദാസിന്റെ സുവിശേഷം, മാലാഖയുടെ ചിറകുകൾ, കരിനീല, ആ മരത്തെയും മറന്നു ഞാൻ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഘാതകൻ, ഖബർ, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നോവൽ കലാച്ചി എന്നിവയാണ് KR മീരയുടെ പ്രധാനപ്പെട്ട നോവലുകൾ. TD രാമകൃഷ്ണനിലേക്ക് വരുമ്പോഴോ ഏറ്റവും പ്രസിദ്ധമായ നോവൽ, അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിക്കൊടുത്ത നോവൽ ഏതാ? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മറ്റു നോവലുകൾ ഏതൊക്കെയാണ്? ആൽഫ, ഫ്രാൻസിസ് സിറ്റിക്കോര, മാമ ആഫ്രിക്ക, പച്ച മഞ്ഞ ചുവപ്പ്, അന്തർബെദിരർ മൂഗർ എന്നിവയാണ് TD രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. സന്തോഷ് ഏച്ചിക്കാനത്തിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ് കേട്ടോ. അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടില്ല. ഏറ്റവും പ്രസിദ്ധമായ 2 കഥകളാണ് കൊമാലയും ബിരിയാണിയും. മറ്റുള്ളവ ഒറ്റവാതിൽ, നരനായും പറവയായും, ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ, ശ്വാസം, ഒരു പിടി ഗോതമ്പ്, ഉഭയജീവിതം എന്നിവ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ പ്രധാനപ്പെട്ട കഥകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് K സച്ചിദാനന്ദനാണ് എന്ന് പറഞ്ഞു. K സച്ചിദാനന്ദനെ പരിചയമുണ്ടോ? ഇദ്ദേഹമാണ് K സച്ചിദാനന്ദൻ. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാവ്യശകലമാണ് കേട്ടോ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പത് എന്തെന്ന് ഞാൻ അറിയുന്നു, എഴുത്തച്ഛനാകുന്നു അച്ഛൻ എഴുത്തും. അല്ലെ, വളരെ അർത്ഥഗാംഭീര്യമുള്ള വരികളാണ്. ഇതിന്റെ കർത്താവ് K സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കൃതിയിലെ വരികളാണിത്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം, മലയാളത്തിൽ 2 സച്ചിദാനന്ദന്മാരുണ്ട്, K സച്ചിദാനന്ദനും P സച്ചിദാനന്ദനും. K സച്ചിദാനന്ദൻ ഇദ്ദേഹം കവിയും നിരൂപകനുമാണ്. P സച്ചിദാനന്ദൻ ആരാണ്? നോവലിസ്റ്റ് ആണ് കേട്ടോ. P സച്ചിദാനന്ദൻ അദ്ദേഹം ആനന്ദ് എന്ന തൂലികാ നാമത്തിലാണ് സാഹിത്യരചന നടത്തുന്നത്. ഗോവർദ്ധന്റെ യാത്രകൾ, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, വ്യാസനും വിഘ്നേശ്വരനും, ജൈവ മനുഷ്യൻ തുടങ്ങിയ നോവലുകൾ എഴുതിയ ആനന്ദ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് P സച്ചിദാനന്ദൻ എന്നാണ്. കവിയും നിരൂപകനുമായ ഇദ്ദേഹത്തിന്റെ പേര് K സച്ചിദാനന്ദൻ എന്നാണ്. ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം, K സച്ചിദാനന്ദൻ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത എഴുതിയത് വളരെ വളരെ പണ്ടാണ്. അതിനുശേഷം സമീപകാലത്ത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പേരിൽ മറ്റൊരു കവിതാ സമാഹാരം ഇറങ്ങുകയുണ്ടായി. അതാരാണ് അതിന്റെ കർത്താവ്? K ജയകുമാർ ആണ് കേട്ടോ. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥൻ, കവി, സിനിമാഗാന രചയിതാവ് എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ K ജയകുമാർ സമീപകാലത്ത് എഴുതിയ ഒരു കവിതാ സമാഹാരത്തിന്റെ പേരും എന്ത് തന്നെയാണ്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന് തന്നെയാണ്. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരാം? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പേരിൽ കവിതകൾ എഴുതിയ 2 കവികൾ ആരെല്ലാം? മറക്കരുത്. ഉത്തരം 1 K സച്ചിദാനന്ദൻ, 2 K ജയകുമാർ. കിട്ടിയല്ലോ, മറന്നു പോകരുത്, മാറിപ്പോകരുത്. പിന്നെ ബുധനിലാവ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു അല്ലേ? മാധവിക്കുട്ടിയുടെ കൃതിയാണ് കേട്ടോ. മാധവിക്കുട്ടിയാണ് ബുധനിലാവ് എന്ന കൃതിയുടെ കർത്താവ്. അതുപോലെ മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മയാണ് കേട്ടോ. ഇദ്ദേഹമാണ് മേഘരൂപൻ. P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ആറ്റൂർ രവിവർമ്മ എഴുതിയ കവിതയാണ് മേഘരൂപൻ. പിന്നെ അമാവാസി എന്ന കവിത എഴുതിയതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അതേസമയം മലയാളത്തിലെ പ്രസിദ്ധരായ 2 സാഹിത്യകാർ കൂടിച്ചേർന്ന് എഴുതിയ നോവൽ കൂടിയാണ് അമാവാസി എന്ന നോവൽ എഴുതിയത് ആരൊക്കെ ചേർന്നാണ്? KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്നാണ് അമാവാസി എന്ന നോവൽ എഴുതിയത്. അമാവാസി എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ്. കണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പഠന നേട്ടങ്ങളുടെ പ്രധാന സവിശേഷത ഇതിലേതാണ്? തീർച്ചയായും ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും കുട്ടി നേടേണ്ട അറിവുകളുടെ ആകത്തുകയെ മുൻകൂട്ടി നിശ്ചയിക്കാറുണ്ട്. അതിനെയാണ് എന്തു പറയുന്നത്? പഠന നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന സവിശേഷതയും അത് തന്നെയാണ്. അതുപോലെ മെന്ററിങ്ങിന്റെ ഭാഗമാണ് എന്ത്? അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാലയ അനുഭവങ്ങൾ അല്ലെ?
സ്കൂൾ പാഠപുസ്തകത്തിലുള്ളത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യനെ ഒരു സാമൂഹിക ജീവിയാക്കി, ഒരു സോഷ്യൽ ബീയിങ് ആക്കി വളർത്തിയെടുക്കുന്ന ആദ്യ സോഷ്യൽ കൺസ്ട്രക്ഷൻ അല്ലെ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? വിദ്യാലയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് പിൽക്കാലത്ത് അവന്റെ ജീവിതത്തിൽ പല വെല്ലുവിളികൾ നേരിടാനും അവനെ പ്രാപ്തനാക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്, മെന്ററിങ്ങിൽ നിന്നാണ്. അതുപോലെ വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നത് അല്ലെ, മനുഷ്യന്റെ ഉള്ളിൽ വൈകാരികമായ അടുപ്പം അല്ലെങ്കിൽ വൈകാരികമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നതും ഈ പറയുന്നത് പോലെ മെന്ററിങ്ങിന്റെ ഭാഗമായിട്ടാണ്. രക്ഷിതാക്കളുമായി മികച്ച ആശയവിനിമയം അധ്യാപകരും രക്ഷിതാക്കളും തമ്മിൽ, അധ്യാപകരും കുട്ടികളും തമ്മിൽ, രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ, രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ ഒക്കെ ഒരു ഹാർമണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും ഈ പറയുന്നത് പോലെ മെന്ററിങ്ങിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ മെന്ററിങ് ഒരിക്കലും എന്താകരുത്? കുട്ടിയുടെ സ്വകാര്യ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാകരുത്, അവന്റെ വാസനയെ തല്ലിക്കെടുത്തുന്ന ഒന്നാകരുത്. അതെന്തിന്റെ ഉദ്ദേശമല്ല? അത് മെന്ററിങ്ങിന്റെ ഭാഗമല്ല, മെന്ററിങ്ങിന്റെ ഉദ്ദേശ്യവുമല്ല. പിന്നെ ഒരു ഉപദേഷ്ടാവ് നൽകുന്ന രക്ഷാകർതൃത്വം, സ്വാധീനം, മാർഗനിർദ്ദേശം എന്നിവയെയാണ് എന്തു പറയുന്നത്? മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ എന്തല്ല? സ്വകാര്യതയിൽ കൈകടത്തലല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നത്. സമീപകാലത്ത് നടന്ന ഒരു പരീക്ഷയിലെ ഏതാനും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു പോയിട്ടുണ്ടാകാം. അതിനോടൊപ്പം തന്നെ അറിയാത്തതും മറന്നുപോയതുമായ പല കാര്യങ്ങളും കൂടി ഇവിടെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും ഈ ചർച്ച പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത സെഷനിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു സെഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.